നമസ്കാരം. നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതാവ് ജാസ്മിൻ ഷാ, ഭാര്യ ഷബ്ന, മറ്റ് ഭാരവാഹികൾ എന്നിവരുടെ 1.44 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി താൽക്കാലികമായി കണ്ടുകെട്ടിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് കൊച്ചി സോണൽ ഓഫീസിന്റെ ഈ കർശന നടപടി. ഇതിന് പിന്നാലെ പ്രതികരണവുമായി ജാസ്മിൻ ഷാ ലൈവിലെത്തി. സമരം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേന്ദ്ര ഏജൻസിയായ ഇഡിയെ ഉപയോഗിച്ച് തങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുന്നതെന്നും ഇതിന് പിന്നിൽ വലിയൊരു ലോബി തന്നെയുണ്ടെന്നും ജാസ്മിൻ ഷാ ആരോപിച്ചു. നഴ്സിംഗ് മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതുകൊണ്ട് ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നും അവർ തന്നെയാണ് ഈ വേട്ടയാടലിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ജാസ്മിൻ ഷായുടെ വാക്കുകൾ ഇങ്ങനെ: അങ്ങനെ 2019 ക്രൈംബ്രാഞ്ചെങ്കിൽ 2026 ഇതാ ഇഡി വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഇഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനാണ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും എന്നെ ആയാലും UN എന്ന സംഘടനയെ ആയാലും ഒരടി പോലും പിന്നോട്ട് മാറ്റാൻ കഴിയില്ല എന്ന് ആദ്യമേ പറയാം. 2019 ഇതേപോലെ ക്രൈംബ്രാഞ്ചിനെ വിട്ട് ഞങ്ങളെ പൂട്ടാൻ നോക്കിയതാണ്. അന്ന് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി വിദേശത്ത് നിന്ന് എന്നെ കൊണ്ടുവരാൻ നോക്കി. വലിയ പുകിലുകളായിരുന്നു. പക്ഷേ നമ്മൾ അതിനെയൊക്കെ നിയമപരമായി നേരിട്ടു. ഇന്നും തലയുയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു. ഇപ്പോൾ നഴ്സുമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടും മറ്റ് അവകാശങ്ങൾക്കും വേണ്ടി നമ്മൾ സമരം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേന്ദ്ര ഏജൻസിയായ ഇഡിയെ ഉപയോഗിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ലോബി തന്നെയുണ്ട്. നഴ്സിംഗ് മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതുകൊണ്ട് ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവർ തന്നെയാണ് ഈ വേട്ടയാടലിന് പിന്നിലും. ഇഡി അന്വേഷിക്കട്ടെ, ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ. സംഘടനയുടെ പണമിടപാടുകളെല്ലാം കൃത്യമാണ്. ബാങ്ക് വഴിയല്ലാതെ ഒരു രൂപ പോലും അസോസിയേഷൻ കൈകാര്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രേഖകൾ ഹാജരാക്കാൻ ഞങ്ങൾക്ക് പേടിയില്ല. നിയമപരമായി തന്നെ ഇതിനെ നേരിടും. എല്ലാ നഴ്സുമാരോടും എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം: ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. സമരത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം. പക്ഷേ UN ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അന്വേഷണങ്ങൾ നടക്കട്ടെ. നമ്മുടെ പോരാട്ടം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും. ഇതിലും വലിയ വെല്ലുവിളികൾ നമ്മൾ അതിജീവിച്ചതാണ്. സത്യം നമ്മുടെ ഭാഗത്തുള്ളപ്പോൾ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. 2017-2019 കാലയളവിൽ നഴ്സുമാരിൽ നിന്ന് ലെവിയായി മറ്റും പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ ജാസ്മിൻ ഷായും കൂട്ടാളികളും സ്വന്തം ആവശ്യങ്ങൾക്കായി വകമാറ്റിയെന്നാണ് ഇഡിയുടെ വാദം. പണമായി പിൻവലിച്ചും ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറ്റിയും സംഘടനയുടെ ബൈലോ ലംഘിച്ചായിരുന്നു വകമാറ്റലെന്നും വകമാറ്റിയ പണം ഉപയോഗിച്ച് ആഡംബര കാറുകളുടെ EMI അടയ്ക്കാനും ഫ്ളാറ്റുകൾ വാങ്ങാനും വ്യക്തിഗത ആവശ്യങ്ങൾക്കായി സംഘം ഉപയോഗിച്ചു എന്നും ഇഡി പറയുന്നു. ഇത് നിയമവിധേയമാണെന്ന് കാണിക്കാൻ വ്യാജ കമ്മിറ്റി മിനിറ്റ്സുകൾ വരെ നിർമ്മിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്നും മൊത്തം 1.44 കോടി രൂപയുടെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് ഇഡി തിരിച്ചറിഞ്ഞിട്ടുള്ളതെന്നുമാണ് ഇഡിയുടെ വിശദീകരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളും ഇങ്ങനെ: മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിലെ ഭൂമിയും ഫ്ളാറ്റും, 4 സ്ഥിര നിക്ഷേപങ്ങൾ, അതായത് ജാസ്മിൻ ഷാ, ഷബ്ന, ബിബിൻ ആൻഡ് പോൾ, ഷോബി ജോസഫ് എന്നിവരുടെ പേരിലുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ, നഴ്സുമാരിൽ നിന്ന് മാസവരിയായി നിയമ പോരാട്ടത്തിന് വേണ്ടി പിരിച്ചെടുത്ത പണം പ്രതികൾ ഫ്ളാറ്റ് വാങ്ങാനും കാറുകൾ വാങ്ങാനും വകമാറ്റി ഉപയോഗിച്ചു എന്നുമാണ് ഇഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ഇഡി അധികൃതർ പറയുന്നു. തൃശൂർ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIRന്റെ ചുവട് പിടിച്ചാണ് ഇഡി അന്വേഷണം നടത്തിയത്. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും ഇഡി വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെയും തൃശൂർ CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഇഡിയുടെ വാദം.